അല്ല, ഈ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് എന്താ സംഭവിച്ചത്? നമ്മുടെ സന്ദേശം സിനിമയുടെ അകത്ത് ചോദിക്കുന്നുണ്ടല്ലോ, അല്ല സഖാവേ നമ്മളെന്താ തോറ്റ എന്ന് ചോദിക്കുമല്ല, ആ രീതിയിലേക്ക് ഉള്ളൊരു കാര്യം കോൺഗ്രസിന് തന്നെ പിടികിട്ടിയിട്ടില്ല. ഇപ്പോൾ ആദ്യം അവർ പറയുന്നത് ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നങ്ങളാണ്, പക്ഷേ അതാരം തിരിച്ച് BJP ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ജാർഖണ്ഡിൽ ഇല്ലാത്ത എന്ത് പ്രശ്നങ്ങളാണ് കോൺഗ്രസിനുള്ളതെന്ന്. അല്ല, പലപ്പോഴും ഈ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെയും NCP നേതാവിൻ്റെയും ശരത് പവാറിൻ്റെയും അവരുടെ അടിയിലെ മണ്ണ് ഒഴുകി പോകുന്നു അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കാര്യം ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. പക്ഷെ ആ സീറ്റിൽ നിന്നും 13 സീറ്റിൽ ലോക്സഭയിൽ ജയിക്കുകയും ഒരു വിമതം ജയിക്കുകയും അത് അവരുടെ ഒപ്പം തന്നെ ചേരുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു തെറ്റുതിരുത്തൽ നടപടി, അതായത് നമ്മുടെ നേരത്തെ CPM-നുണ്ടായ അതേ സംഭവം തന്നെയാണ്. അതായത് ഈ ശബരിമല വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ തരത്തിലുള്ള തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഉണ്ടാകുകയും അതിനുശേഷം പിന്നീട് CPM വീട് വീടാന്തരം കയറിയിറങ്ങി എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന രീതിയിൽ കേട്ടിട്ട് പിന്നീട് അവരിൽ നിയമസഭയിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ആ തരത്തിലുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ BJP ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഈ പിന്നോക്ക സമുദായത്തെ കോൺട്ര ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പ്രചരണങ്ങളെല്ലാം. അദ്ദേഹം നേരത്തെ അറിയാവുന്നതാണ്, 3 സെക്രട്ടറിമാർ മാത്രമാണ് കേന്ദ്രത്തിലുള്ളത്. ബാക്കി OBC വിഭാഗത്തിന് വലിയ തരത്തിലുള്ള ഒരു പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവഗണനയാണ് എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ OBC വിഭാഗങ്ങളിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അല്ലെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് അതൊരു ക്ലീൻ സ്വീപ്പായിട്ട് മനസ്സിലാക്കി BJP അവിടെ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ? BJP കൃത്യമായിട്ടുള്ള തന്ത്രങ്ങൾ അതിനകത്ത് മെനഞ്ഞിരുന്നു. കാര്യം ഞാനിപ്പോഴും ഒരു കണക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ്. ഒരു 383 മീറ്റിങ്ങുകളാണ് OBCയുടെ വിവിധ അവാന്തര വിഭാഗങ്ങളുമായി BJP കൂടിയത്. മാത്രമല്ല ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് വന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു ദിവസം പോലും ഒരു മീറ്റിംഗ് ഇല്ലാത്ത ഒരു ഗ്രാമം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ BJPയുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും. അങ്ങനെ മാത്രമല്ല, നേരത്തെ സജു പറഞ്ഞ പോലെ തന്നെ ജാർഖണ്ഡിലായാലും പിണങ്ങി നിൽക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ BJP പിണങ്ങി നിൽക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്നു, വിമതന്മാരായിട്ടുള്ളവരെ കൊണ്ടുവരുന്നു. മാത്രമല്ല ഈ വോട്ട് ഭിന്നിപ്പിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു കാഴ്ചയെ കണ്ടിട്ടുള്ളത്. കേട്ടോ, ഈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പം അവിടുത്തെ ഭരണം പോവാന്ന് പറഞ്ഞാൽ BJPക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ പ്രത്യേകിച്ച് RSSന് അടുത്ത വർഷം 100 വർഷം തികയാൻ പോവാണ്. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ BJPയുടെ മൈക്രോ റെബൽ മാനേജ്മെന്റ് വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ 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 കാര്യം 1925 ഈ ഒരു വിജയദശമിക്കാണ് RSS രൂപീകരിച്ചത്. അപ്പോൾ അതിന്റെ ഒരു 100ാം വർഷം ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു BJP ഇതര സർക്കാരിനെ കുറിച്ച് RSSന് ചിന്തിക്കാനും പോലും പറ്റില്ല. കാര്യം പല വേദികളിലും മുഖ്യമന്ത്രി തന്നെ ചിലപ്പോൾ സ്വാഗത സംഘത്തിന്റെ ആളായിട്ടൊക്കെ തന്നെ നിൽക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ RSS താഴെത്തട്ടിൽ വളരെ കൃത്യമായിട്ട് പണിയെടുക്കുകയായിരുന്നു. മാത്രമല്ല നമ്മൾക്ക് നോക്കുമ്പോഴറിയാം, നേരത്തെ മോദി എവിടെ പോയാലും മോദി ഗ്യാരണ്ടി ആ രീതിയിൽ മൊത്തം മാറി. മോദി അതൊരു വാക്ക് ഉച്ചരിക്കാതെ NDA സർക്കാർ നേരത്തെ എൻ്റെ ആയി മാറിയിട്ട് ഒരു NDA എന്ന രീതിയിലേക്ക് വരുന്നു. മാത്രമല്ല പലപ്പോഴും സംസാരിക്കാൻ വേണ്ടി മാത്രം മോദി വരുന്നു പോകുന്നു. മോദി നേരത്തെ പ്രസംഗിച്ചതുപോലെ ഒന്നും മഹാരാഷ്ട്രയിൽ പ്രസംഗിച്ചിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം. ശരിയാണ്. പക്ഷെ ആ ഒരു പ്രസംഗം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി കേട്ടോ. ഒരാൾ സേഫ് ആണെന്നുള്ള ആ പ്രസംഗം കോൺഗ്രസ് എടുക്കുകയും ചെയ്ത് ഇന്നിപ്പം ഈ ശിവസേന വിഭാഗം ഉന്നയിച്ചതുപോലെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ, അതായത് ഈ അദാനിയുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ കളികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആരോപണം ഉയർന്നായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, നമ്മൾ നേരത്തെ ഈ ശരത് പവാറിനെതിരെയായിട്ടാണ് ഉന്നയിച്ചെങ്കിൽ പോലും ഫഡ്നാവിസ് ആദ്യത്തെ സർക്കാർ ഉണ്ടല്ലോ. കാര്യം ഈ 5 വർഷത്തിനുള്ളിൽ 3 മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായത്, 3 സർക്കാരാണ് ഉണ്ടായത്. ആദ്യത്തെ സർക്കാർ രൂപീകരിക്കുമ്പോൾ ശരത് പവാറും ഫഡ്നാവിസും ഉൾപ്പെടെയുള്ളവരുടെ ആ യോഗത്തിൽ ഉണ്ടായിരുന്നത് അദാനിയാണ്.
കാര്യം അദാനിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടിരിക്കുന്നു വരുന്നു. അദാനി പല കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്നു. അതേസമയം തന്നെ അദാനിയുമായി ബന്ധപ്പെട്ട അദാനി യോഗത്തിൽ പോലും വന്ന് അടുത്ത ഒരു മുഖ്യമന്ത്രി ആരായിരിക്കണം, അല്ലെങ്കിൽ അടുത്തൊരു സർക്കാർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും അദാനി തീരുമാനമെടുക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്, ഇപ്പോൾ ശിവസേനയും പറയുന്നത്, ഇത് അദാനിയുടെ പണം കൊണ്ട് അല്ലെങ്കിൽ അദാനിയുടെ സ്വാധീനം കൊണ്ട് ഒരു അട്ടിമറിച്ചൊരു വിജയം ആണെന്നുള്ള കാര്യം. ഈ പറയുന്ന പോലെ നമുക്കറിയാം 50 വർഷത്തിൽ അല്ലെങ്കിൽ അരപ്പതിറ്റാണ്ടിൽ 50 വർഷത്തിലധികമായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയാണ് ശരത് പവാർ. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിനകത്ത് എന്താണ് ചേട്ടനൊരു വിലയിരുത്തൽ എന്താണ്? അതിനകത്ത് നേരത്തെ നമ്മൾ ഒരു ശരത് പവാറിന്റെ വലിയ പ്രശസ്തമായ ഒരു വിഷ്വൽ തന്നെ നമുക്കുണ്ട്. അതായത് മഴ നനഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ശരത് പവാർ. അതായത് ശരത് പവാർ നേരത്തെ പറയുന്നതാണ്. കാര്യം ശരത് പവാറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2019 തെരഞ്ഞെടുപ്പിൽ അതെ അദ്ദേഹം രൂപീകരിച്ച പാർട്ടി NCP, കോൺഗ്രസിൽ നിന്ന് പിളർന്നു പോയി രൂപീകരിച്ച പാർട്ടി. പക്ഷെ അദ്ദേഹത്തിന് ചിഹ്നം പോലും ഇല്ല, അദ്ദേഹത്തിന് പേരില്ല. ശിവസേനയ്ക്ക് ഇത് തന്നെ സംഭവിച്ചത്. കാര്യം സാധാരണ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണെങ്കിൽ ആ ചിഹ്നം ഒപ്പിട്ട് കൊടുക്കുന്നവരാണ്, അവരുടെ പേരിലാണ് പാർട്ടി. 100 അംഗങ്ങളുണ്ട്, അതിൽ 99 പേരുമായാലും ഒരാൾ മാത്രമാണ് നിൽക്കണമെങ്കിൽ പോലും അതാണ് ഔദ്യോഗികമായ പാർട്ടി. പക്ഷെ അത് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞില്ല. ഈ പാർട്ടികൾക്കാണ് ഏറ്റവും നിർണായകമായിട്ട് മാറിയത്. കാര്യം 2024 ഈ തെരഞ്ഞെടുപ്പിൽ ശിവസേനയിലെ 2 പക്ഷവും അതുപോലെ തന്നെ ഈ NCPയിൽ 2 പക്ഷവും യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ വേരോട്ടമുള്ളത് ആർക്കാണെന്ന് തീരുമാനിക്കേണ്ട ഏറ്റവും നിർണായകമായിട്ട് തിരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ അത് BJPയോടൊപ്പം എന്നുള്ളതാണ് മഹാരാഷ്ട്രയിലെ. അതിപ്പോ യഥാർത്ഥ ശിവസേന ആരാണെന്നുള്ള ഒരു മത്സരം നേരത്തെ നടന്നല്ലോ എന്ന് പറയുമ്പോൾ ഏകനാഥ് ഷിൻഡെ പറയുന്നുണ്ട്, ഈ 11 സീറ്റുകളിൽ നേരിട്ട് ഏറ്റുമുട്ടിയത് ഞങ്ങൾ 11 സീറ്റുകളിലാണ് 2 ശിവസേനകൾ നേരിട്ട് ഏറ്റുമുട്ടിയത്. അതിൽ 7 സീറ്റുകൾ ഞങ്ങളാണ് വിജയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ശിവസേന എന്ന് പറഞ്ഞു. അത് ഏതായാലും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു മറ്റൊരു കാര്യം പറയാനുള്ള, നേരത്തെ ഈ RSSന്റെ കാര്യം പറഞ്ഞതുപോലെ പലപ്പോഴും ഒരു ഹിന്ദു വോട്ട് ഏകീകരിക്കാൻ വേണ്ടി യോഗി ആദിത്യനാഥ് തന്നെ അവിടെ എത്തുന്നു. നമ്മൾ ഭിന്നിച്ച് നിന്നാൽ നമുക്ക് അതെ ഈ പ്രസംഗം വരുന്നു. അതെ അതിനുശേഷം പിന്നെ നരേന്ദ്രമോദി വന്ന് ഈ സേഫ് നമ്മൾ ഒന്നാണെന്നുള്ള ആ ഒരു പ്രസംഗം പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ ഒന്നാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആർക്കെതിരെയാണ് ഒന്നാകേണ്ടത്, അവിടെ തന്നെ ഒരു വിഭജനം ഉണ്ടാകുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എന്ത് പ്രസംഗിക്കുന്നു അതിന്റെ തനിയാവർത്തനമാണ് മഹാരാഷ്ട്ര നടത്തിയത്. പക്ഷേ അത് ഒരു തരത്തിൽ ഫലം കണ്ടു എന്ന് വേണേൽ പറയാം. ആ ഒരു തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള നയം അല്ല, ആ തരത്തിൽ പലപ്പോഴും ഒരു ഹിന്ദു വോട്ട് ഏകീകരിക്കാൻ അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ച് നിന്ന വിഭജിക്കാനും അവരുടെ ഒരു ഭൂരിപക്ഷ വോട്ടിനെ കേന്ദ്രീകരിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലൊരു വലിയ വിജയം ഉണ്ടാകാൻ കഴിഞ്ഞത്. അതെ തീർച്ചയായിട്ടും ആ തരത്തിലാണ് മഹാരാഷ്ട്രയിൽ വലിയ ഒരു വിജയത്തിലേക്ക് BJP ഇപ്പോൾ എത്തിയിരിക്കുന്നത്.